ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. നിങ്ങളുടെ സ്വന്തം റയാൻ സാർ ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് രണ്ട് ടോപ്പിക്കാണ്. 14 ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ബൈ ഹെൻറി ഫയോളും 4 സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ബൈ FW ടൈലറും. അപ്പോൾ ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൻറി ഫയോളാണ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് FW ടൈലർ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഫോം ചെയ്ത ഹെൻറി ഫയോളും FW ടൈലറും തമ്മിലുള്ള എന്താണ് കമ്പാരിസൺ? സോ ബേസിസ് നോക്കിക്കേ, ആദ്യം പേഴ്സ്പെക്റ്റീവ് ആണ്. ഏത് പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത്? ഹെൻറി ഫയോളിൽ നോക്കിക്കേ, ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്നിട്ടാണ് ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് 14 എണ്ണവും എന്താക്കിയിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ലെവൽ എന്നുള്ള കോൺസെപ്റ്റിലാണ്. എന്നാൽ FW ടൈലർ എന്ന് പറയുന്നത് ഫ്ലോർ ലെവലിലാണ്. ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫാക്ടറിയുടെ ഏറ്റവും അടിത്തട്ടിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് കൂടി നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് FW ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് ഒരു സബോർഡിനേറ്റിന് കമാൻഡ് കിട്ടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതെവിടെ ഉണ്ട്? നമ്മളുടെ ഹെൻറി ഫയോളിൻ്റെ ഇതിൽ സ്ട്രിക്ട്ലി ഫോളോഡ് ആണ്. ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ആ ഒരു പ്രിൻസിപ്പിൾ സ്ട്രിക്ട്ലി ഫോളോഡ് ആണ്. എന്നാൽ ഇവിടെ ഫാക്ടറി മാനേജ്മെന്റിൽ ആ ഒരു ഫോളോയിങ് ഇല്ല. യൂണിറ്റി ഓഫ് കമാൻഡ് പല സമയത്തും ഫോളോ ചെയ്യലില്ല. ഇനി മൂന്നാമത്തത് അപ്ലിക്കബിലിറ്റി ആണ്. ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അപ്ലിക്കബിൾ ആണ്. നമുക്ക് ഏത് ഏരിയാസ് എടുത്തു കഴിഞ്ഞാലും ഏത് കൈൻഡ് ഓഫ് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ് ആണ്. അതും ഫോക്കസ് ചെയ്യുന്നത് ഫാക്ടറി മാനേജ്മെന്റിന്റെ ഏരിയാസിലാണ്. അപ്പോൾ ആദ്യത്തെ 3 ബേസിസ് ഇത്രയാണ്. ഒരു 3 കൂടി നോക്കിക്കേ. ബേസിസ് ഓഫ് ഫോർമേഷൻ, ഇത് എവിടുന്ന് ഉണ്ടായി വന്നത്? ഈ ഒരു ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ഉണ്ടായി വന്നത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതായത് ഇയാൾ ഒരു ജനറൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ ആ കമ്പനിയുടെ മെയിൻ ആയിട്ട് മാനേജിങ് ഡയറക്ടറായി മാറുന്നു. അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് 14 ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അയാൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ ഫയോൾ ഉണ്ടാക്കിയത് ഒബ്സർവേഷനിലൂടെ ഒരുപാട് കാലം നിരീക്ഷിച്ചിട്ടും പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഒരു പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ കമ്മിങ് ടു ഫോക്കസ്. എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നല്ല കൃത്യമായിട്ടുള്ള ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ. ഒരു ബിസിനസ് നടന്നു പോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ആണ് ജനറൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക. FW ടൈലർ കൃത്യമായി കോസ്റ്റ് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് നമ്മളോട് പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ FW ടൈലർ എന്ന് പറയുന്ന ആളൊരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം എന്താ? എല്ലാത്തിനും ഒരു സയന്റിഫിക് ബേസ് വേണം, ഒരു സയന്റിഫിക് പ്രൂഫ് വേണം എന്നുള്ളതാണ് FW ടൈലറിന്റെ അഭിപ്രായം. എന്നാൽ ഹെൻറി ഫയോൾ പറയുന്നത് ഇതൊക്കെ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കി നമ്മൾ ശീലങ്ങളിലൂടെ പഠിക്കേണ്ട സാധനങ്ങളാണ് എന്നുള്ളതാണ്. ദെൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് അഡ്മിനിസ്ട്രേഷൻ വേണ്ട ഏത് കൈൻഡ് ഓഫ് ബിസിനസ്സിലും നമുക്ക് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം. പക്ഷേ സയന്റിഫിക് മാനേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസിനെ കൺസിഡർ ചെയ്യുക. അത് ഫാക്ടറി മാനേജ്മെന്റിലാണ്. സോ 14 എണ്ണം നമ്മൾ ഡാഡ് യു ഈസ് സോ സെക്യൂർ എന്ന് പറയുന്ന കോഡിലൂടെ പഠിച്ചിട്ടുള്ള 14 ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും, അതുപോലെ തന്നെ സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സണൽ അറ്റ് ദ ഗ്രേറ്റസ്റ്റ് ലെവൽ എന്ന് പറയുന്ന FW ടൈലറിന്റെ 4 സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിളും അതിന്റെ കമ്പാരിസൺ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഇതുപോലെ ബിസിനസ് സ്റ്റഡീസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി എജ്യൂപോർട്ട് ബാക്കി സെറ്റ് ചെയ്ത് തരും. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.